നമ്മള് ഭയങ്കരമായിട്ട് വിഭജിച്ചു പോകുന്നു. പൂർണ്ണമായിട്ട് ന്യൂഡല്ല. ഒരു ഫോൺ ഇങ്ങടുത്തേ. ഫോണോ എന്താ? ആ ഫോൺ അവിടെ മാറ്റി വെച്ചേ. അത് ഡെറ്റോളിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ. അതീ ഫോണല്ല. പേർലി മണി ഷോ. അപ്പൊ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു പരിപാടിയാട്ടോ അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നോർമൽ ഇന്റർവ്യൂകളൊക്കെ ഈ അത്യാവശ്യം റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഡബിൾ മീനിങ് സാധനമൊക്കെ എടുത്തിടുമ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതായത് പേർലി മണി ഷോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. അവരെയൊക്കെ കണ്ടു പഠിക്കണം, ഇങ്ങനെ വേണം ഇന്റർവ്യൂ ചെയ്യാൻ എന്നൊക്കെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. കാര്യം അത്യാവശ്യം ഫണ്ണായിട്ട് തന്നെയാണ് അവർ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാറ്. പക്ഷെ അതിനകത്ത് അങ്ങനെ ഡബിൾ മീനിങ്ങോ അങ്ങനത്തെ പരിപാടിയൊന്നും വരാണ്ട്. കാര്യം ഈ ഡബിൾ മീനിങ് കേട്ട് മടുത്തടേ. അതുകൊണ്ടാണ് എവിടെ നോക്കിയാലും ഇത് തന്നെ. അപ്പൊ ഇതിനൊരു അന്ത്യം ഇല്ല എന്നുള്ളൊരു അവസ്ഥയിനകത്താണ് പേർലി മാണിയുടെ ഈ ഷോ ഒക്കെ വന്നത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ആ ഷോനോട് അത്രയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ നീരജ് മാധവും അതേപോലെ അജു വർഗീസും വന്നിരുന്നിട്ട് പേർലിയും കൂടെ ഒരു കാച്ചങ്ങട് കാച്ചി ഒരു ഇന്റർവ്യൂ പോലത്തെ ഒരു സംഭവം കാച്ചി, പേർലി മാണി ഷോ അങ്ങ് കാച്ചി. അപ്പൊ അതിനകത്തെന്ന് പറഞ്ഞാൽ ഫുൾ ഇത് തന്നെ നമ്മൾ നോക്കി. എനിക്ക് അങ്ങോട്ട് കണ്ടപ്പോ തന്നെ എന്തുവാടെ ആ ഒരു പേർലി മാണിയുടെ ഷോന്റെ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞു വന്നെയാണെന്ന് തോന്നിപ്പോയി. നമുക്കപ്പോ അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. നിങ്ങൾ രണ്ടുപേരും നീരജ് കാലുമേ കാല് വെച്ചിട്ട് നീരജ് ഇങ്ങനെ പതുക്കെ മാറ്റി വെക്കങ്ങനെ എന്റെ TRP എന്നെ പാന്റ് ഇടാൻ നോക്കി എന്നെ ട്രൗസർ ഇടിച്ചിരിച്ചിരിക്കുകയാണ്. ഇതാണ് എന്റെ TRP. ഞാൻ ഷോർട്സ് ഇത് മതി. നീരജ് അറിയാ ഞാൻ ഹാഫ് ഗ്രിൽഡ് ആണ്. ഇപ്പൊ നല്ല TRP ആയിരിക്കും. ഏതായാലും പറഞ്ഞല്ലേ. അയ്യോ ഈ ഷോ ഞാൻ ഉദ്ദേശിച്ച റൂട്ടിലല്ലല്ലോ പോയത്. ഇത് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഇപ്പൊ തന്നെ അയ്യോ ഇത് എന്ത് വെബ് സീരീസ് ആയത് അജു വർഗീസിന്റെ ബിറ്റ് ഉണ്ടോന്ന് ഇല്ല. ഓക്കെ ഗൈസ്, നമ്മള് ഭയങ്കരമായിട്ട് വിഭജിച്ചു പോകുന്നു. വ്യതിചലിച്ചു. ഓക്കെ, അപ്പൊ ഭയങ്കരമായിട്ട് വ്യഭിചരിച്ചു പോകുന്നു എന്നൊക്കെ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ പേർലിയുടെ ബോധമൊക്കെ പോയി തുടങ്ങി. എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണാണ്. ഇപ്പൊ പേർലിയുടെ ഫാൻസിനൊന്നും കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല, പറയേണ്ടത് പറയണമല്ല. അതായത് പേർലിയുടെ ആ ഒരു പേർലി എങ്ങോട്ടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മുന്നേ അത്രയും ഹൈ ആയിട്ട് തുടങ്ങിയിട്ട് അത്രയും കിടിലം പരിപാടിയായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഇപ്പൊ എന്താണ് ഇതിന്റെ അവസ്ഥ? ഇതെന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് എനിക്ക് മനസ്സിലാവുള്ള. പിന്നെ എല്ലാം ഇങ്ങനെയാണെന്നല്ലാണ്ട് ഞാൻ പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഒരു എപ്പിസോഡ് മാത്രമാണ് എനിക്ക് പേർലിയുടെ ഇതിനകത്ത് പ്രശ്നമായിട്ട് വന്നിരിക്കണേ. പിന്നെ അത് എന്തൊക്കെയാണ് പറയുന്നത്, ഒരു ഇപ്പൊ പേർലിയുടെ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫാമിലി ഫ്രണ്ട്ലി സാധനമാണ്. അപ്പൊ അതിന്റെ ഇടയിലേക്കാണ് പേർലി ഇമാതിരി സാധനമൊക്കെ കൊണ്ടുപോകുന്നത്. ബാക്കിയാണ് വിഭജനം എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ അല്ലേ? വിഭജനമല്ല പറഞ്ഞത്, വ്യഭിചരിച്ചു പോകുന്നു. ഒരു മിനിറ്റ് ടച്ചപ്പ് എടുത്തോട്ടെ. വ്യഭിചരിച്ചു പോണെന്നാണോ പറഞ്ഞത്? വ്യഭിചരിച്ചു പോകുന്നു. എന്ത് കോമഡിയാണല്ലോ എന്റെ പൊന്നോ. പേർലിക്ക് അവിടെ ഇരുന്ന് ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് വേറെ സ്ഥലത്ത് ഇരുന്ന് ചിരിക്കണേന്ന് തോന്നുന്നു. അജു വർഗീസ് കേട്ടപ്പോ തന്നെ അജു വർഗീസ് ഞെട്ടിപ്പോയി. കാര്യം പേർലിയുടെ വായന ഇമാതിരി വർത്താനമൊക്കെ പബ്ലിക്കായിട്ട് വരുമോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മളെല്ലാരും ഇതേപോലത്തെ സംഭവമൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ പറയില്ല ഇങ്ങനെ ആരും ഇത് പറയാൻ പാടില്ല അങ്ങനെയൊന്നും ഞാൻ എവിടെയും പറയില്ല. പക്ഷെ അതിൻ്റെതായ ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ പേർലിയുടെ ഈ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡബിൾ മീനിങ് ഒന്നും പറയുന്ന ഒരു അത് കേൾക്കുന്ന ഒരു ഓഡിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേർലിയുടെ ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓഡിയൻസിന് മുമ്പിലേക്കാണ് പേർലി ഇമാതിരി സാധനമൊക്കെ പറയുന്നത്. ബാത്റൂമിലിരിക്കുന്ന സീൻ വാവ്. അതായത് ഒരു വെബ് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ന്യൂഡിറ്റി വന്നു. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അജു ചേട്ടന്റെ എന്താ പറയാ ഒരു ന്യൂഡ് സീൻ കാണും? എന്റെ പൊന്ന് പേർലി അടങ്ങിയിരി. പേർലി എന്താണ് ഈ വെബ് സീരീസ് ഇത് കൊണ്ടൊക്കെ പേർലി ഉദ്ദേശിച്ചേക്കണത് എന്താണ്? കുറെ ന്യൂഡ് സീൻ ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ എന്തെങ്കിലുമൊക്കെ ഇതേപോലത്തെ സീനുകൾ ഉണ്ടാവും. അപ്പൊ അത് ആണ് ഒരു വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത് ഈ പുള്ളിക്കാർ ചിന്തിച്ചു വെച്ചേക്കണത്. ഒരു അജു വർഗീസിന്റെ ന്യൂഡിറ്റി ഉണ്ടെന്നൊക്കെ ഭയങ്കര എന്തോ കാര്യമായിട്ടൊക്കെ പറയണേണ്. എനിക്കത് കേട്ടപ്പോ തന്നെ എന്തോ പോലെ കേൾപ്പോട്ടെ അമ്മാതിരി വർത്താനം. പക്ഷെ പൂർണ്ണമായിട്ട് ന്യൂഡല്ല. ഒരു ഫോൺ ഇങ്ങടുത്തേ. ഫോണോ എന്താ? ആ ഫോൺ അവിടെ മാറ്റി വെച്ചേ. അത് ഡെറ്റോളിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ. അതീ ഫോണല്ല. ടോയ്ലറ്റാ. അതൊക്കെ നിങ്ങൾ ഇപ്പൊ പറയുന്നു, ഞാൻ വിശ്വസിക്കൂല. അത് അത്ര നാച്ചുറൽ ആയിട്ട് ചെയ്തല്ലേ. പിന്നെ പക്ഷെ ആര് വിളിച്ചപ്പോഴത് വീണത് ഈ മുഖം. അതെ, അതായിരുന്നു ഈ കഥയുടെ തുടക്കം അല്ലേ? ഇതെല്ലാത്തിനും കാരണം ആ കുളിയാണ്. കുളി അല്ലായിരുന്നല്ലോ അത്. നമുക്ക് ടോപ്പിക്ക് മാറ്റാം.
പേർലി എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് അജു വർഗീസ് ആ ഒരു സിനിമയിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സീരീസിനകത്ത് അഭിനയിച്ച അജു വർഗീസിന് പോലും അത് കേട്ടിട്ട് എന്തോ പോലെയൊക്കെ ആവാൻ തുടങ്ങി. അപ്പൊ എന്നിട്ട് പേർലി നിർത്തള്ള. പേർലി പിന്നെയും പറഞ്ഞ് അങ്ങ് കാട് കയറി പോണേണ്. എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്ന ബാത്റൂമിനകത്ത്, എന്തൊക്കെയാണ് പേർലി ഉദ്ദേശിക്കുന്നത്? ബാത്റൂമിലേക്ക് എല്ലാ ആണുങ്ങളും ഞാൻ ശ്രീനിയുടെ അടുത്തൊക്കെ ബാത്റൂം പോകുമ്പോൾ ഞാൻ പറയും ബൈ ശ്രീനി, ആഫ്റ്റർ 1 year we'll see each other. Because ശ്രീനി കുറേ നേരം ബാത്റൂമിൽ എന്തോ. നിങ്ങളൊന്നും സമയം എടുക്കില്ല? ആണുങ്ങൾ ബാത്റൂമിൽ ഫോണായിട്ട് കയറിയാൽ Actually, what are you guys doing in the bathroom? നമ്മളിങ്ങനെ ബ്രെയിൻ സ്ട്രോമിങ് ഒക്കെ. അതെ, മനസ്സമാധാനം. Like I'll tell you something. എന്തൊക്കെ സംശയങ്ങളാണ് ഈ പേർലിക്ക്. ഈ സംശയമൊന്നും തീർത്തു കൊടുക്കാനായിട്ട് പേർലിയുടെ അവിടെ ആരും ഇല്ലേ? അതായത് പേർലിയുടെ ഭർത്താവിനോട് ഈ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു തരുമായിരിക്കും. പക്ഷെ എന്താണെങ്കിലും ഈ ആണുങ്ങൾ എന്തിനാണ് ഫോണും കൊണ്ട് ഇങ്ങോട്ട് പോണത്, ബാത്റൂമിനകത്തേക്ക് പോകുന്നത് എന്നൊക്കെയാണ് പേർലിയുടെ സംശയം. എത്രയൊക്കെ സംശയങ്ങളാണല്ലേ. അപ്പൊ ഈ സംശയങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തായിരുന്നെങ്കിൽ പേർലി എന്നേ വലിയ ജീനിയസ് ആയി പോയേനെ. കൊറിയൻ ഡ്രാമയാ സത്യം പറഞ്ഞാൽ. ഇതിന്റെ കൊറിയൻ ഡ്രാമയുടെ പ്രശ്നം എന്താണെന്നറിയോ? അവരൊരു 2 പേര് ലവിലായിരിക്കും, അവര് ലവ് ആവും. പക്ഷെ ഒരു 10ാമത്തെ എപ്പിസോഡ് വരെ ഒരു കിസ്സിങ് സീൻ പോലും ഉണ്ടാവില്ല. കിസ്സിന് വേണ്ടിയാണോ ഇത് കാണുന്നത്? അല്ല, കാണാൻ പറ്റിയ വേറെ സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ വന്നിരിക്കണവരെ കൊണ്ട് പോലും പുള്ളിക്കാരി ഡബിൾ മീനിങ് പറയിപ്പിക്കണേണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിനകത്ത്, അതായത് പേർലി കിസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ മറ്റേ വെബ് സീരീസ് കാണുന്നത്. അപ്പൊ അതിന് വേണ്ടി വേറെ സാധനമൊക്കെ നീരജ് സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ്. അപ്പൊ എന്തായാലും നീരജ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ പേർലിയുടെ ആ ഒരു കിസ്സിങ് കാണാനായിട്ടുള്ള ആ ഒരു വിഷമമൊക്കെ മാറി കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ബാക്കിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ 2 പേര് ലവിലാണ്. അപ്പൊ ആ പെണ്ണിങ്ങനെ വീഴും, ഇങ്ങനെ എന്നൊരു പാട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇപ്പൊ കിസ്, ഇത് 3ാമത്തെ എപ്പിസോഡാണെങ്കിൽ എനിക്കറിയാം കിസ് ഇപ്പൊ വരൂല, അപ്പൊ ഇതുവരെ വരും. അപ്പൊ ഒരു അപ്പാപ്പം വരും, അപ്പൊ അവര് ഇങ്ങനെ മാറിപ്പോവും. അതിന്റെ 10ാമത്തെ സീനിൽ കറക്റ്റ് കിസ് ചെയ്യുമ്പോ നിരുബേബി വന്നിട്ട് പറയാം എനിക്ക് അപ്പിയിടണം. എന്റെ പൊന്നോ, എന്ത് നിലവാരം എങ്ങോട്ടേക്കാ പോയിക്കൊണ്ടിരിക്കണം എന്റെ പൊന്ന്. പേർലിയുടെ ഷോ എന്താണെന്ന് പേർലി എന്നെ മറന്നുപോയി തോന്നുന്നു. കാര്യം എന്തൊക്കെയാ അവിടെ വന്നിരുന്നു വിളിച്ച് പറയണത്. മറ്റേ കൊച്ചിന്റെ ഇതൊക്കെ എനിക്ക് ഇതൊക്കെ ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത്. എന്റെ പൊന്നോ, അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിർത്തി വെച്ച് ഈ പരിപാടി നിർത്തി വെച്ചാണ്ട് ഞാൻ വേറെ പലതും എടുത്ത് കാണാൻ തുടങ്ങി. എനിക്ക് കാര്യം ഇതൊന്നും കണ്ടിരിക്കാൻ പറ്റുള്ള അമ്മാതിരി ഒരു സംഭവമായിട്ട് മാറിപ്പോയി തോന്നുന്നു പേർലിയുടെ ഈ ഒരു സാധനം. അപ്പൊ എന്തായാലും എനിക്കത് കേട്ടപ്പോൾ ഒട്ടും ദഹിക്കാത്ത ഒരു എപ്പിസോഡായിട്ടാണ് പേർലിയുടെ ഈ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്താണെങ്കിലും അതിനെ പറയാം, പേർലി മണി ഷോ ആ ഒരു സംഭവം എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ എപ്പിസോഡ് എനിക്ക് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് എന്നെ പറഞ്ഞത്. ഇനി ചിലപ്പോൾ പേർലിയുടെ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയില്ലായിരിക്കാം. ഞാൻ എൻ്റെ മാത്രം ഒപ്പീനിയൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് ഈ പേർലിയുടെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എല്ലാം വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പിള്ളേർക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ബിസി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ 2 പേര് ലവിലാണ്. അപ്പൊ ആ പെണ്ണിങ്ങനെ വീഴും, ഇങ്ങനെ എന്നൊരു പാട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇപ്പൊ കിസ്, ഇത് 3ാമത്തെ എപ്പിസോഡാണെങ്കിൽ എനിക്കറിയാം കിസ്